ഞാനിന്ന് ഓഫീസ് വിട്ടിട്ട് വരുന്ന വഴിയാണ്. വരുന്ന വഴി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പം ഭയങ്കര വിശപ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെ വഴിനീള ചായക്കടകളോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല, ഹോട്ടലുകളോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അങ്ങനെ വഴിയിൽ കണ്ട ഇതുപോലെയുള്ള 7-Eleven പോലെയുള്ള കൺവീനിയൻറ്റ് സ്റ്റോറുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു അത്യാവശ്യം നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യേണ്ട ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 10-15 കാറുകളോളം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. കാറാണെങ്കിലും വലിയ ട്രക്കുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് വാങ്ങിയിട്ട് വാഹനത്തിലിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ അകത്തും ഇരുന്ന് കഴിക്കേണ്ട അത്യാവശ്യം ചെറിയൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള കൺവീനിയൻറ്റ് സ്റ്റോറുകൾ ജപ്പാനിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതൊരു ബ്രാൻഡാണ്, അത് 7-Eleven എന്ന് പറയുന്നത്. 7&i എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ 7-Eleven 24 hour വർക്കിംഗ് ആണ്. ഇപ്പോൾ വാഷ്റൂമിൽ പോകണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ ATM ഫെസിലിറ്റി അവിടെയുണ്ട്. ഇനി എന്തെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് എന്തെങ്കിലും നടത്തി നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് 7-Eleven വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഒരു നോർമൽ ഡെയിലി ലൈഫിൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ ചെറിയ സ്നാക്സ്, പിന്നെ ബീവറേജസ് ഉണ്ടാവും, അതുപോലെ ഹോട്ട് വേണ്ടവർക്ക് അതുണ്ടാവും, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ നോർമൽ സൂപ്പർ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ യാത്രാമധ്യേ കൺവീനിയൻറ്റ് സ്റ്റോറുകൾ എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ഒരു ഷോപ്പിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളവിടെ നിർത്തി ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി ലൈറ്റായിട്ട് കഴിച്ചിട്ട്, ചിലപ്പോൾ നമ്മൾ ഈ ബേർഡ് വാച്ചിങ്ങിനൊക്കെ പോകുന്ന സമയങ്ങളിൽ ഫുഡ് നമ്മൾ കൊണ്ടുപോകാറില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള 7-Eleven ഷോപ്പുകളെയാണ്, കൺവീനിയൻറ്റ് ഷോപ്പുകളെയാണ്. ഇന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല. ഇന്ന് സ്നാക്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടക്കായ, പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ അതിന് പകരം വേറെ നമുക്ക് തൽക്കാലം ഒരു വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ബണ്ണ് അങ്ങനത്തെ ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൈസ് ബോൾ പലതരത്തിൽ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു വലിയ എക്സ്പെൻസീവും അല്ല. ഇപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങി. ഇനിയിപ്പം ഇവിടെ പേയ്മെൻറ്റ് നമുക്ക് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്യാഷായിട്ടോ പേ ചെയ്യാവുന്നതാണ്. ഈ റൈസ് ബോൾ പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാറുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് റൈസ്, അതുപോലെ സാൾട്ട്, പിന്നെ അതുപോലെ ഇതിനകത്ത് എള്ള്. എല്ലാ ഭക്ഷണത്തിലും ഇതുപോലെ എള്ള് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എള്ള് ഉപയോഗിക്കും. പിന്നെ കോമൺ ആയിട്ടുള്ളതാണ് ഈ റൈസ് ബോൾ റാപ്പ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി അത് സീവീഡിൻ്റെ ഒരു ചെറിയ പേപ്പറാണ്. ഏറ്റവും സിമ്പിളായിട്ട് സീവീഡിൻ്റെ ഈ തിൻ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിൽ പിന്നെ ഈ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റൈസ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒരു പ്രത്യേക ഷേപ്പിൽ, മിക്കവാറും ത്രികോണ ഷേപ്പിലാണ്. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ റാപ്പിലേക്ക് വെക്കുന്നു, എന്നിട്ടത് പൊതിഞ്ഞ് വെക്കുന്നു. അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. പിന്നെ ചില കേസിൽ ഈ ചില കമ്പനികളൊക്കെ പ്രോഡക്റ്റായിട്ട് വരുന്നത്, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഒരു നല്ല കൃത്യമായിട്ടുള്ള ഷേപ്പൊക്കെ ഉണ്ടാവും അതിന്. അപ്പോൾ അതിൽ ഈ റാപ്പ് തന്നെ നമ്മുടെ ഈ തിൻ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സീവീഡിൻ്റെ ഷീറ്റ്, ആ സീവീഡിൻ്റെ ഷീറ്റിൻ്റെ 2 ഭാഗത്തും പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. എന്നിട്ട് ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ കേടാകാതെ ഇരിക്കാനും കൂടെയാണത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഈ റൈസ് ബോൾ വെക്കുന്നത്. അത് വെച്ചിട്ട് ഇതേപോലെ തന്നെ കൃത്യമായിട്ടത് മടക്കിയിട്ട് അതിന് കൃത്യമായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നു. എന്നിട്ട് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും കൂടെ പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിലുള്ള പ്ലാസ്റ്റിക് കളയണമല്ലോ. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ മുകളിലും ഈ ഷീറ്റിൻ്റെ അടിയിലും മുകളിലുമുള്ള പ്ലാസ്റ്റിക് നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് എടുത്ത് കളയുകയും ചെയ്യാം. എന്നിട്ടത് കഴിക്കാനും പറ്റും. ഈ ഒരു റാപ്പ് ഇത് പല തരത്തിലുണ്ട്. ഇതിനകത്ത് ട്യൂണ മയോണൈസാണ് ഇത്. ഞാൻ വാങ്ങിയത് ട്യൂണ മയോണൈസാണ്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഷ്രിമ്പ് ഉണ്ടാവും. അതായത് റൈസ് ബോളാണ്, അതിൻ്റെ മിഡിലായിട്ട് ട്യൂണേൻ്റെ ഫ്ലേക്കും അതുപോലെ മയോണൈസ് ചേർത്താണ് ഇത്. ഇതുപോലെ ഷ്രിമ്പ് മയോണൈസ് ഉണ്ട്, അതുപോലെ സീവീഡിൻ്റെ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള റൈസ് ബോൾസ് ഉണ്ട്. അപ്പം ഈ ഒരു റൈസ് ബോളിന്റെ പാക്കിംഗ് ആണ് വളരെ രസകരമായിട്ടുള്ള ഒരു പാക്കിംഗ്. ഈ ഒരു ചെറിയ പാക്കറ്റിന് 138 yen ആണ്. അതായത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്യ ഒരു 70 രൂപയോളം വരും. അപ്പൊ ഇതില് ഈ ഒരു ചെറിയ ബോളില് ഏതാണ്ട് 250 കിലോ കലോറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രോട്ടീൻ ഒരു 6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, 10 ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ 30 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുന്നുണ്ടാവും.
നമ്പർ 1. അപ്പോൾ നമ്മളിവിടെ അത് നേരെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, നേരെ താഴോട്ട് ഇങ്ങനെ വലിക്കുക, ഇവിടം വരെ വലിക്കുക, ഇവിടം വരെ എത്തിച്ച്. ഓക്കെ. ഇനി നമ്പർ 2 ഈ സൈഡാണ്, ഇത് ഇതേപോലെ ഇങ്ങനെ വലിക്കുക. ഇനി നമ്പർ 3 ഇങ്ങോട്ട് വലിക്കുക, അങ്ങനെ ലാസ്റ്റ് പുള്ള് ചെയ്ത് പുറത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോൾ കിട്ടും, റൈസ് ബോളാണ്. അതായത് റൈസ്, അതിൻ്റെ പുറമെ ഒരു സീവീഡിൻ്റെ ഒരു ലെയർ. സീവീഡ് ഭയങ്കരമായിട്ട് ഇവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട്. സീവീഡിൽ ഒരുപാട് ഈ മിനറൽസും അതുപോലെ പ്രോട്ടീനൊക്കെ അടങ്ങിയ കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവർ അത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പൊക്കെ ആയിട്ട് ഇവർ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കുന്നത് ഇതിൻ്റെ മിഡിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്യൂണ മയോണൈസ് മിഡിലുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കൊരു ചെറിയ യാത്രയിലൊക്കെ അത്യാവശ്യം ഇത് വെച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നുമില്ല, ഇതായി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡിൽ കാണാം ട്യൂണ മയോണൈസ് ഫ്ലേക്ക് നടുക്ക് കാണാം. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു ചായ കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചായ നമ്മുടെ ഒരു ആയിരക്കണക്കിന് കടികളുണ്ടാവും, എണ്ണക്കടികളുണ്ടാവും. അപ്പം അത് സത്യത്തിൽ നമുക്കത് ഭയങ്കര ഒരു ആനന്ദം, മനസ്സിനൊരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സൈഡ് നോക്കുമ്പോൾ ആരോഗ്യത്തിന് വളരെ മോശമാണത്. അപ്പം ജപ്പാനിലെ ആൾക്കാർ ഇത്രയും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആൾക്കാർ, ആരോഗ്യത്തോടെ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആൾക്കാരാണ്. കാരണം അവരുടെ ഭക്ഷണ രീതികൾ ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റുള്ള ഫുഡ് നോക്കിയിട്ട് പോകുമ്പോൾ ഇവർ ടേസ്റ്റ് അല്ല, അവർ ആ ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കിയിട്ടാണ് ഇവർ ഫുഡായാലും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോന്നും ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല, നമുക്ക് ഏതാണോ ടേസ്റ്റ് ഉള്ളത് അതാണ് നമ്മൾ കഴിക്കുക. ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക, അല്ലാണ്ട് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അല്ല നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആ ചായയും പരിപ്പോടേൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. അതേപോലെയുള്ള മറ്റ് ജപ്പാനിലെ മറ്റ് വിഭവങ്ങളുമായി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.